കുടുംബത്തിൽ ഒതുങ്ങുന്നതിനപ്പുറം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അതിലുണ്ടെന്ന് തോന്നുന്നു. കുറേ മുതിർന്നവരും ചെറുപ്പക്കാരും പുതിയ തലമുറയിലുള്ളവരുടെയും തമ്മിലുള്ള ഒരു ആശയപരമായിട്ടുള്ളൊരു സംഘടന ഉണ്ട് ഇതിൽ ഏത് ശരി, ആര് പറയുന്നതാണ് ശരിയെന്നോ. അപ്പം ഞാൻ ചെയ്തൊരു അപ്പൂപ്പൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ ഒരു കൊച്ചുമോനുമായിട്ടുള്ള വിഷയം. അപ്പം ഞാൻ എൻ്റെ കുറേ പൈതൃകമൊക്കെ പിടിച്ച് കുടുംബം അത് നോക്കേണ്ടത്, അടുത്ത തലമുറ അവരെങ്ങനെ വരണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കാലേ കൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് അവർ എന്ന് പറയാൻ പറ്റുമോ? അതേ ഇല്ലേ, ഇതിവിടെ എവിടെയാണ് തെറ്റ്, ആരുടെ ഭാഗത്താണെന്ന് അറിയാൻ പറ്റാത്തൊരു വിഷയമാണ്. അത് ഒരുപാട് കുടുംബത്തിൽ നടക്കുന്നതും പിന്നെ അല്ലാതെ തന്നെ അത് ഒരു മൺറോ തുരുത്തെന്ന് പറയുന്ന ഒരു ശരിക്കും നമ്മുടെ ആ തുരുത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അതിൽ എന്തൊക്കെ ഈ പ്രകൃതിയായിട്ടൊക്കെ ഈ നമ്മുടെ ജീവിതമായിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. അതിൽ എങ്ങനെ കാണണം, ഈ അപ്പൂപ്പനെ ശരിക്കും നമുക്ക് അതായിട്ട് കാണണോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു വിഷയമാണ്. അതിൽ വേറെ കെട്ടലോ ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങളോ ഒന്നുമില്ല. ഉള്ളവരൊക്കെ അതുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപെട്ട് പോകണം. പിന്നെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആവേശം തോന്നിയത്, ഞാനൊക്കെ അതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും ഒരു വലിയ ക്യാരക്ടർ എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ അവർ തയ്യാറായപ്പോൾ അതിനോട്ടങ്ങോട്ട് പാകപ്പെട്ട് കൊടുക്കുക എന്നുള്ളൊരു ആവേശം കൂടെ തോന്നി. കുറേ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിലേതെങ്കിലും ഒരാളെ തപ്പിയെടുക്കാറുണ്ട്. ആരെങ്കിലും ഒരു മാനറിസം കിട്ടിയാലേ അതിൽ നിന്നിട്ട് പിന്നെ ബാക്കി ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഞാൻ എൻ്റേതായ ഒരു അന്വേഷണം അങ്ങനെ നടത്തും. ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ട് അവരുടെ ചലനങ്ങളും കാര്യങ്ങളും ഒന്ന് വെച്ചാൽ പിന്നെ ഡയറക്ടർ പറഞ്ഞു തരുന്നതായിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. നമ്മളവിടെ ഒരു അപ്പൂപ്പനുണ്ട്, ഒത്തിരി കൃഷിയും കന്നുകാലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാരണവരുണ്ട്. ആ കാരണവരുടെ ചില ചലനവും തലചൊറിച്ചിലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഡയറക്ടർ ലൈനും കൂടെ ആയപ്പോൾ ശരിയായി. മനസ്സാറും എൻ്റെ അടുത്ത് കഥയായിട്ടല്ല പറഞ്ഞത്, അതിൻ്റെ ഇത് വായിക്കുക എന്നിട്ട് എങ്കിലും അത് പറയാനുള്ളതല്ല, അത് വായിക്കുക, നമുക്ക് ചെയ്തെടുക്കാനുള്ള ചേട്ടാ ആദ്യം വായിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. വായിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ മെസ്സേജ് ഉണ്ട് ഒത്തിരി. നമ്മൾ അതെന്താണ് ഈ പറഞ്ഞ കണക്കുള്ള നമ്മൾ ഒരുപാട് പേരെ ശകാരിക്കുകയൊക്കെ ചെയ്യും. പുതിയ തലമുറ അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്നു, അവരിങ്ങനെയല്ല, അവർക്ക് ആ ബന്ധങ്ങളില്ല, അവർ നമ്മളെ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. എങ്കിലും അതൊന്നും അല്ല, അവരെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതൊരു കാര്യമുണ്ട്. എന്നാൽ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളൊരു ആദ്യമുണ്ട്. അങ്ങനെ എവിടെയൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഇത്തരം സംഘർഷങ്ങൾ. ആൾക്ക് വ്യക്തമായിട്ട് ഈ അപ്പൂപ്പനും ചെറുമോനും അവിടുത്തെ നാട്ടിലെ വൈദ്യനും ഇയാളുടെ കൂട്ടുകാരനും അവിടുത്തെ ഓരോ ആൾക്കാരും ശരിക്കും ഒരു പാൽക്കാരൻ വരുന്നുണ്ട് ആ വീട്ടിൽ. അതുവരെയും ഭയങ്കര കൃത്യമായിട്ട് പുള്ളി ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ എത്താഴ്ച പാടുപെടും. അത്രയ്ക്കും ആൾ തന്നെ എഴുതിയ ആൾക്ക് അനുഭവം ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും നമുക്ക് അതിനപ്പുറത്തോട്ട് പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പുള്ളി ചെയ്ത് കാണിക്കും. പിന്നീട് ഒത്തിരി കൂട്ടായപ്പോഴേ ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ മോൻ സാറാണോ അല്ലെങ്കിൽ അപ്പൂപ്പൻ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അനുഭവമുള്ള ആരോ ഉണ്ട് എന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് തോന്നും ഈ ഡ്രാമ ചെയ്യുന്നവർ കുറച്ച് നാട്യമൊക്കെ കൂടുതലായിരിക്കും എന്ന് തോന്നും. പക്ഷെ അവരെത്ര ക്ലിയറായിട്ട് ഇടപെടുന്നു എന്ന് കാണുമ്പോൾ നമുക്കതൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അവരോടത്ത് കുറച്ചുകൂടി മാന്യമായിട്ട് ആ കഥാപാത്രം എത്രത്തോളം ഒതുക്കി അവർക്കൊപ്പം നിൽക്കാം എന്നുള്ളൊരു സംഘർഷം മനസ്സിൽ, അങ്ങനെ ഒരു മത്സരം കിടക്കും. അങ്ങനെ തോന്നിയിട്ടുള്ള അവർ പ്രത്യേകിച്ചൊരു എടുത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരോട് നിന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആർട്ടിസ്റ്റൊക്കെ കുറവാണെങ്കിലും ചിലവ് കുറയാണ്ട് പോയി ആ പടത്തിന്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി അതിൻ്റെ എഡിറ്ററും ക്യാമറാമാനും അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്നിലും പിശുക്ക് കാണിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വരില്ല എന്നുള്ള രീതിയിലായിരുന്നു എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ കഥ തന്നെ വെച്ച് കുറേ കൂടെ ആഡംബരമായിട്ടൊക്കെ ചെയ്യാം, നിറം പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും അതിൻ്റെ ആ ഒരു ജീവിതം ഒന്ന് നഷ്ടപ്പെടുമെന്നാണ് മനുവിൻ്റെ ഒരു അഭിപ്രായം. അതാണ് അദ്ദേഹം അങ്ങനെ തന്നെ നിന്നത്. ഉണ്ട്, എല്ലാം ഉണ്ട്. ഗ്രാമം, തോണി തുഴഞ്ഞ് ജീവിക്കുന്നവരും അല്ലാതെ കറവക്കാരും അങ്ങനെ പല തൊഴിലും ചെയ്യുന്നത്. അതാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. അതൊക്കെ തന്നെ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ലാത്ത
ഭക്ഷണ രീതി, അവരുടെ മറ്റ് ശരീര വൈദ്യ പരിപാലനം ഒക്കെ നാട്ടുംപുറത്തെ ആ ഒരു അവിടെ എങ്ങനെയാണ് ഉള്ളത് അത് തന്നെയാണ്. അവിടെ നിന്ന് യാതൊരു മാറ്റവും സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരുത്തിയിട്ടില്ല. ആ ഗ്രാമത്തിലുള്ളവരൊക്കെ ഈ അപ്പൂപ്പൻ്റെ ആദി ഇയാളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എല്ലാവരും ഇയാൾക്കൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ പണ്ട് കാലം ഒരു പഠിച്ച് സ്ഥിരമായിട്ട് വിട്ടുപോകാതെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വലിയ മതിൽക്കെട്ടുകളൊന്നും ഇല്ലാതെ അന്യോന്യം കാര്യങ്ങൾ ഇടപെടുന്നു പോകുന്നവരുണ്ട്. അത് ഇല്ലാതെ ആ സ്നേഹമുള്ളതുകൊണ്ടാണ് അവർക്ക് പരിഭവമുള്ളത്. മറ്റുള്ളൊരു കാര്യത്തിൽ ഇടപെടാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു അയൽക്കൂട്ടം ഈ പറഞ്ഞ പ്രായമുള്ള ഒരു അപ്പൂപ്പനമ്മമാരൊക്കെ ഇല്ലാതെ പോയി. അത് ഇപ്പോൾ ഉള്ള മാറ്റം. അവർക്ക് അങ്ങനെയുള്ള കഥയാണ് അവരുടെ അറിവിലുള്ളത് അവർ പറയുന്നത്. അതിന് അത്രേ വേണ്ടൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് നാട്ടുകാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. അവിടെ നടക്കുന്ന വിഷയം, ഇയാളുടെ ചെറുമോൻ അമേരിക്കയിൽ നിന്ന് വരുന്ന അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നവരും ഒക്കെ ഉണ്ട് അതിൽ.